എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 15-ാം തീയതിയിൽ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആഗോള കുടുംബ ദിനം എന്നാണ്? ആഗോള കുടുംബ ദിനം മെയ് 15-നാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ജൂലൈ 10-ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ ലോർഡ്സിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തോടു കൂടി തന്റെ 20 വർഷം നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര കരിയറിന് തിരശീലയിടുമെന്ന് പ്രഖ്യാപിച്ച താരം. അതായത് 2024 ജൂലൈ 10-ന് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തോടു കൂടി വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ക്രിക്കറ്റർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, IPL ഈ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മാറിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 IPL സീസണിലെ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ആദ്യത്തെ ടീമാണ് ഏത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ഒന്നാമത്തെ ഇന്ത്യൻ വനിതയായത്? ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ 25 റാങ്കിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായത് മനിക ബത്രൺ ആണ്. ആരാണ്? മനിക ബത്രൺ. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം 2024 നേടിയത് ആരാണ്? SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം 2024 നേടിയത് KP രാമനുണ്ണിയാണ്. അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. LDCക്കും LGSനും ഒക്കെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. സോ കറക്റ്റ് ആയിട്ട് വീഡിയോ കണ്ടുപോവാ നിങ്ങൾ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോഗ്രഫിയിൽ കയറി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 2024 തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇനി ഇന്തോനേഷ്യയിൽ 2024 തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ അഗ്നിപർവ്വതം ഏതാണ്? അത് മൗണ്ട് മെറാപ്പി ആണെന്നോട് ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതിന്റെ നോട്ട്സ് വേണ്ട ഒരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റൂട്ടഡ് ആപ്പിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്